റൊണാൾഡോ ഇതാണ് നമ്മൾ അമ്പലത്തിന്റെ ഒരു ഉപദേവത കൂടുന്ന ഒരു കമ്പലത്തിൽ അമ്പ കൊള്ളാം കേട്ടോ. നമുക്ക് ഇവിടെ ഒരു ദിവസത്തെ ഉത്സവമാണ്. അതെന്നാത്? ധനുമാസത്തില്. ധനു എന്ന് പറയുമ്പോൾ അടുത്ത മാസം. ഓ, അന്ന് ഇവിടെ ലൈറ്റ് എല്ലാം കെട്ടി ഇവിടെ ഇതിന്റെ മുകളിൽ പെരയൊക്കെ ഉണ്ട്. ഓ നനയാതിരിക്കാനൊക്കെ മഴ പെയ്താലും നനയല്ലോ. ഓ ഞാൻ അങ്ങനെ ഇതൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി അങ്ങനെ ഇറങ്ങാൻ നേരത്ത് പിള്ളേരും കൂടെ വരണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പിള്ളേരെ കൊണ്ടിട്ട് പോകുന്നു. ഓ അല്ലിപ്പോ ഞാനിവിടെ എന്താ നമുക്ക് ഒരു ദിവസം ഇയാളും കൂടെ വന്ന് നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഇത് വൃത്തിയാക്കാനോ? ഓ ഞാൻ പറഞ്ഞോ ഒരു ദിവസം പാട് നമ്മൾ അമ്പലത്തിന് വേണ്ടി ചെയ്യുന്നല്ലേ. പറഞ്ഞ പിന്നെ അപ്പുറമില്ല. ഓ അന്ന് അന്നദാനമൊക്കെ കാണുമല്ലോ? അന്നദാനം ഉണ്ട്. അന്നുണ്ട് അന്നദാനം. എനിക്ക് ഉറപ്പായിട്ട് ഞാൻ വരും. തീർച്ചയായിട്ടും. രാത്രി പരിപാടി വല്ലതും ഉണ്ടോ? രാത്രി ഒരു ദിവസം അന്നത്തെ ആ ഒരു ദിവസത്തെ ഫുൾ പരിപാടിയാണ്. ആണോ? ഓ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ സൈമൺ എന്ന് പറഞ്ഞ കൊടങ്ങാൾ അവൻ ഇപ്പൊ ഗാനമേള ട്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വേണം സംസാരിച്ചു നോക്കാം. കീഴ്ക്കാച്ചി ഗാനമേള 50,000 വാട്ട്സ്. ഓ നമുക്ക് അതൊന്ന് കമ്മിറ്റിയിലൊന്ന് അവതരിപ്പിക്കാം. എന്റെ മറ്റേ ഷോക്കാറുണ്ട്. ഓ അത് കൊടുക്കാം. ഓ റേറ്റ് കുറച്ച് ചെയ്യാം. കമ്മീഷൻ ഒന്നും കൊടുക്കണ്ട. ഓ ശരി, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ കേട്ടോ. ഓ ഒറ്റ മിനിറ്റ്, അമ്മ വിളിക്കുന്നല്ലോ. അമ്മേ, ഞാനിവിടെ മറ്റേ അമ്പല സെക്രട്ടറി മുരളിയണ്ണൻ്റെ കൂടെ വിളിക്കുന്നത്, പടക്കളത്തിൽ വയലിൽ. അതെ വരാം, ഞാൻ വരാം. ഇല്ല പണിയൊന്നുമില്ല. അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മയുടെ കൂടെ കടയിലെ കണ്ടു പോകണം. പെൻഷൻ എടുക്കാനായിരിക്കും. 500 പടിയുള്ള. ശരി. ഇതെന്തോ കെട്ടിമുട്ടി വെച്ചേക്കുന്നത്? ഇത് കോഴിക്കാരോ? കോഴിക്കാരോ? ഈ വാഴയ്ക്ക് നമ്മളെ കീരയ്ക്കൊക്കെ വളത്തിന് വേണ്ടി. വളമാണോ? ഓ ചീരയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? പിന്നെന്ത് ആണോ? ഇത് മെയിൻ കീരയ്ക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞത്. അങ്ങനെയാണെങ്കിലേ ഒരു 5 ചാക്കിന്റെ ഓർഡർ ഞാൻ പിടിച്ചുതരാം. ഞങ്ങളുടെ മാമനുണ്ട്, ഗിരിമാമന് ചീരത്തോട്ടത്തിലേക്ക് ഒരു 5 ചാക്ക് കമ്മീഷൻ തരും. അത് വണ്ടി ഓടി പറഞ്ഞത് അത് വേറെ റൂട്ടല്ലേ. കൂലി അതൊക്കെ മാമ നോക്കിക്കോളും. 5 ചാക്കിന്റെ സെറ്റപ്പ് ഞാൻ ചെയ്തുതരാം. കമ്മീഷൻ കടയിൽ കൊടുക്കുന്നതിനെക്കാട്ടിലുള്ള കമ്മീഷൻ എനിക്ക് വേണ്ടി. അത് തീർച്ചയായിട്ടും ഞാൻ ചേരും. എന്തെന്ന് പറയട്ടെ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് 10 പാക്കറ്റ്, അപ്പുറത്തെ പണക്കാരന് 10 പാക്കറ്റ്, മറ്റേ പണക്കാരന് 10 പാക്കറ്റ്, ഒറ്റ വണ്ടിയിലാണ് പറഞ്ഞത്. അപ്പോഴങ്ങനെ ആകുമ്പോൾ വണ്ടിക്കൂലി നമുക്ക് ലാഭം കിട്ടും. അത് സെറ്റപ്പ് ആക്കി തരാം. പിന്നെ പക്ഷേ ആ റൂട്ട് നമുക്ക് അത് വരുമ്പോഴാണ്. അതൊന്നും അറിയണ്ട. പെട്ടിയോട്ടം ഉണ്ട്, വളം കൊണ്ട് കൊടുക്കും. ആ പൈസ ആദ്യം നിന്നുള്ള കമ്മീഷൻ ഇനി മുരളിയണ്ണൻ തന്നാൽ മതി. എന്തുവാടേ കാണിക്കുന്നത്? ഞാൻ കളിക്കുന്നത്. നോക്കിയേടി ഫുള്ള് പത കളഞ്ഞു. ആ സോപ്പ് സർവത്ര കളഞ്ഞത്. എടി ഞാൻ മുക്കി വെച്ചത് അതൊക്കെ എടുത്ത് മാറ്റി. എടാ തക്കിടുവേ പോയി. എവിടെങ്കിലും എത്തിയിട്ടുണ്ടാവും. ഞാനേ കുറച്ച് നെയ്മീൻ കറി വെച്ച്. നെയ്മീൻ എവിടെ നിന്ന് കിട്ടി? ഏട്ടാ വാങ്ങിച്ച്. പൊന്നേ, പിശുക്കനല്ലേ അവൻ? ഇത് അമ്മ 2 ദിവസമായിട്ട് പറയണേ ചേച്ചി നെയ്മീൻ കൂട്ടണമെന്ന്. പിന്നെ ഏട്ടൻ വാങ്ങിച്ചോണ്ട് വന്നതാ. അത് ഞാൻ മുളകിട്ട് വെച്ച്. മുളകിട്ട വെച്ചേ? അല്ലാതെ പിന്നെ നെയ്മീൻ എങ്ങനെ തേങ്ങ അരച്ചിരിക്കും? വേണ്ടേ? വേണം. നിനക്കപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ അതും കൂടി എടുത്തോണ്ട് വരാറുന്നില്ലേ? അതിപ്പോ ഞാൻ എടുത്തോണ്ട് വരാം. അല്ല വേണ്ട, ഞാൻ എന്റെ പണി കഴിഞ്ഞിട്ട് വന്നാൽ മതി. അല്ലെങ്കിൽ റൊണാൾഡോ മുഴുവൻ എടുത്തു തിന്നു. അതിനാ റൊണാൾഡോ ചേച്ചൻ ഇവിടെ ഇല്ലല്ലോ. അമ്മയായിട്ട് എവിടെ പോയില്ലേ? അവിടെ ഇല്ലേ? കൊറേ നേരമായി അമ്മയായിട്ട് എവിടെ പോയിട്ട്. അമ്മയായിട്ട് എവിടെ പോയി? അമ്മ എങ്ങോട്ട് പോയി? എവിടെയാ പോയെന്ന് അറിയാൻ പാടില്ല. എന്നോട് പറഞ്ഞില്ല. ഞാൻ ചോദിച്ചിട്ട് ഒരു സ്ഥലം വരെ പോണേ ഞങ്ങൾ വരാന്ന് കൊണ്ട് പോയി. റൊണാൾഡോ ആയിട്ടോ? അത് കൊള്ളാം. ഞാനോർത്ത് ഇവിടെ കാണാതായപ്പോ അവന് അവിടെ ഉണ്ടാവും. കുറച്ചു നേരമായി പോയിട്ട്. നീ എന്തിനാ റൊണാൾഡിന്റെ കൂടെ വിട്ടത്? ഞാൻ വരാന്ന് പറഞ്ഞപ്പോ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. എന്താടി അങ്ങനെ ഒരു കാര്യം? നോക്കിക്കോ, അമ്മയുടെ പൈസ മുഴുവൻ പറ്റിക്കും. ഫസ്റ്റ് അമ്മയാ അടുത്ത കൈക്ക് ഉപ്പ് കേൾക്കാത്ത ദുഷ്ടേ. അല്ല അമ്മയുടെ ഇത് പറ്റിച്ചെടുക്കാറൊന്നും പറ്റത്തില്ല റൊണാൾഡോ അച്ചാച്ചന്. ഇനി അമ്മാവന്റെ അടുത്തോട്ട് വല്ലതായിരിക്കും പോയത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ചെലപ്പോ ആയിരിക്കും. നിന്നെ കൊണ്ടുപോയില്ലല്ലോ, അപ്പൊ നിന്റെ കുറ്റം അവിടെ ഇരുന്ന് പറയാനാ. അങ്ങനെയാണെങ്കിൽ ചേച്ചിയുടെയും പറയും. എന്റെ മാത്രമായിട്ട് കുറ്റമില്ലല്ലോ. അയ്യോ അങ്ങനെ മീനില്ല. അയ്യോ വേണം. വേണ വാടി വാടി.
ദേടി അവൻ എവിടെ ഉണ്ടെങ്കിൽ ഒന്ന് തലവർത്തി കൊടുത്തേക്കോ, ഒന്ന് കൈയും കാലൊക്കെ കഴിച്ചേക്കോ, അല്ലെങ്കിൽ ഇങ്ങോട്ടൊന്ന് വിട്ടേക്ക്. വേണ്ട, ഞാൻ കഴിച്ചോളാം. ആ പാലെടുത്ത് വെച്ചിട്ട് ആ മെനകെട്ടത് കുടിച്ചിട്ടില്ല. പാലെടുത്ത് വെച്ചിട്ട് അവൻ കുടിച്ചില്ല എന്ന് പറയാ. ഇപ്പൊ ചോറുണ്ടാണായില്ല, ചോറ് കൊടുക്കവന്. അവിടെ നിൽക്കട്ടെ, അവിടെ ഇറങ്ങണേ. ഓട്ടോക്കൂലി വിട്. ശരിയല്ലേ? ഇതെവിടെ പോയതായിരുന്നു രണ്ടുപേരും കൂടെ? പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ, നിനക്കല്ല ലില്ലിക്കും പിന്നീട് തങ്കത്തിനും കൂടെ എന്തുവാടാ നമ്മൾ വാങ്ങിക്കുമെന്ന് പറഞ്ഞത്? ഒരു സസ്പെൻഷൻ. സസ്പെൻസ്. അത് ഈ പറഞ്ഞ സാധനം വാങ്ങിക്കാൻ പോയത്. സസ്പെൻസാ? സസ്പെൻസ് വാങ്ങിക്കാൻ പറ്റുമോ? സസ്പെൻസ് ആയിട്ടൊരു സസ്പെൻസ് ആയിട്ടൊരു സാധനം വാങ്ങിക്കാൻ പോയാ? അത് തന്നെ. എന്തോ വാങ്ങിച്ചത്? അത് തങ്കം കൂടെ ഇങ്ങോട്ട് കാണിച്ചു ഒന്ന് കാണിക്കും. ചുമ്മാരിക്കണേ. തങ്കചാടത്തി. നമുക്കുള്ള ഗിഫ്റ്റുമായിട്ട് വന്നിരിക്കുവാ. വാ. അമ്മ എവിടെ പോയതാ ഞങ്ങളോട് പറയാതെ? ഗിഫ്റ്റ് വാങ്ങിക്കാൻ. ഗിഫ്റ്റ്? നീ ഇങ്ങോട്ട് വാടി. നിനക്കെന്തോ സസ്പെൻസ് തരാൻ വേണ്ടിട്ട്. ഇത് രണ്ടുപേർക്ക് പറഞ്ഞിട്ട് ഒരു കവറല്ലേ ഉള്ളൂ. ഇതിനകത്തുണ്ട് രണ്ടുപേർക്ക് 2 കവറുണ്ട്. എടുക്ക്. ഇല്ലില്ല. ഓടി വാ ഇങ്ങോട്ട്. വാടി, നിനക്ക് സർപ്രൈസ് ആയി കൊണ്ടുവന്നേക്ക അമ്മ. സർപ്രൈസ് തയ്യാറായിക്കോ. എന്ത് സർപ്രൈസ്? അമ്മ എവിടെ പോയതാ? അമ്മേ അല്ലേ പറഞ്ഞ ഇത് വാങ്ങിക്കാൻ വേണ്ടി പോയതാന്ന്. ഇനി സമാധാനപ്പെടുവച്ചേ. പിന്നെ എന്നാ ഞാൻ എന്റെ മക്കൾക്ക് രണ്ടുപേർക്കും ഓരോ സാരി വാങ്ങിക്കാൻ പോയിരുന്നു. വേണ്ട തങ്കത്തിന്, ലില്ലിക്ക്. തുറക്കട്ടെ? അടിപൊളി. ഞാനേ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് എൻ്റെ 2 മക്കൾക്ക് ഓരോ സാരി വാങ്ങിച്ചു തരണമെന്ന്. എൻ്റെ പെൻഷൻ കാശ് കൂട്ടിയിട്ട് വാങ്ങിച്ച സാരിയാണിത്. പിന്നെ ഒരു കാര്യം, സാരിയൊക്കെ വാങ്ങിച്ച് ഞാൻ ആ സാരി കൊള്ളാം, ഈ സാരി കൊള്ളാം, നിനക്ക് നല്ലത് കിട്ടി, എനിക്ക് ഇവിടെ കിടന്ന് വഴക്കം വയ്യാവേലി ഒന്നും ഇത് മതി. അമ്മ എങ്ങനെ പോയി? കൊള്ളാലോ അമ്മ. എന്റെ അടുത്ത് രാവിലെ പറഞ്ഞു രഹസ്യമായിട്ട് ആരോടും പറഞ്ഞു ഒരു യാത്ര ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ മേലെ റോഡിൽ കയറി ഓട്ടോ വിളിച്ചു പോയി മേടിച്ചു. പക്ഷെ ഒരു മുണ്ട് മേടിച്ചു തരാൻ പറഞ്ഞിട്ട് എനിക്ക് മേടിച്ചു തന്നില്ല. ഓ പിന്നെ എനിക്ക് മേടിച്ചില്ല, പിന്നെ നിനക്ക് മേടിച്ചു. നല്ല നെയ്മീൻ കറി വെച്ചിട്ടുണ്ട്. വാ, ചോറില്ല. ഇത് സാരി ഇട്ടതിന്റെ പേര് സോപ്പല്ലേ നെയ്മീൻ കറി? ഞാൻ ഇന്നലെ പറഞ്ഞു വെച്ചിരിക്കായിരുന്നു. കഴിക്കാം. അമ്മയ്ക്ക് മാത്രമേ ഞാൻ ഇത് കുറെ കണ്ട് പഠിച്ചതാണ്. എന്തോന്ന് അവള് പറഞ്ഞത് ഇത് കണ്ട് പഠിക്കണോ? ഞാൻ അമ്മയെ കിട്ടിയത് ഭാഗ്യമില്ലേ? ഒരു സാരി. ഇതൊക്കെ അമ്മയ്ക്ക് ഇപ്പോഴത്തെ ഫാഷനൊക്കെ അറിയായിരുന്നോ? ആ കട ചെന്ന് കൊച്ചിനടുത്ത് പറഞ്ഞു ചെങ്കല്ല് കളറിട്, മജന്ത ഇട്. ആ പെണ്ണ് ഞെട്ടു. ഈ അമ്മ ഒന്ന് കളർ പറയുന്നത് കേട്ടോ. ഇപ്പോഴത്തെ ശൈലാണത്. കൊള്ളാം, അടിപൊളി. കളർ ചന്തമൊക്കെ നോക്കാം. ചോറ് കഴിക്കാം. അകത്തേക്ക് എന്റെ കവറ് ഉണ്ടാ? ഓ, ഒരു കവറെങ്കിലും ഞാൻ എടുത്തോട്ടെ. എന്തിനാ? ഒരു കവർ ഉണ്ടല്ലോ. നീ അങ്ങോട്ട് പോകണം. ഇങ്ങോട്ട് വരുന്നില്ലേ? ഞാൻ വരാം. എനിക്ക് ഇച്ചിരി പണിയും കൂടി ഉണ്ടമ്മേ. കഴിഞ്ഞിട്ട് വരാം. ശരി ശരി. വരുവാ. ഓ മീൻകറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ചൂടോടെ കഴിക്കണ്ടേ? എന്താ വേണ? വേണോ? വേണ്ട. അല്ല, ഇത് വേണമെന്ന് ചോദിച്ചതാ. ചേച്ചി. ആടി. എന്തെടുക്കുവാ? ദേ ഞാൻ ഇച്ചിരി തക്കാളി അരിയുമായിരുന്നു. എന്തിനാ? മെഴുക്കുവരട്ടെ. മീൻകറി ഞാൻ തന്നല്ലേ, ഇനി എന്തിനു? അത് ഇച്ചിരിയല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചാൽ വൈകുന്നേരത്തേക്കും കൂടി ആവുമല്ലോ. നിന്റെ പണിയൊക്കെ കഴിഞ്ഞാ? സാരി എന്തേ? അവിടെ ഇരിപ്പുണ്ട്. ബ്ലൗസ് തയ്ക്കണ്ടേ? ഓ, ഉള്ള ബ്ലൗസ് എന്തെങ്കിലും ഇട്ട് ഇടാം. ഓ, അതിന് പറ്റുന്ന മാച്ചിങ് ബ്ലൗസ് ഒന്നും എൻ്റെ ഇല്ല. ആ സാരിക്ക് എന്ത് ബ്ലൗസാ ചേരണത്? എന്റെ സാരിക്ക് എന്റെ സാരിയുടെ കളർ ഉണ്ടോ ചേച്ചി? കുഴപ്പമില്ലാന്ന് വെക്കാം. പക്ഷെ ആ സാരി ഇല്ലേ, വിടർത്തിക്കഴിഞ്ഞ ഇങ്ങനെ നിക്കണേ ചേച്ചി. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ലല്ലേ? അത് ഇഷ്ടപ്പെടാൻ ചോദിച്ചു ഉടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വണ്ണമായിരിക്കും. എടി എന്റെ സാരി ഒന്ന് നോക്കിയടി, പള്ളിപ്പെരുന്നാള് പോലെ ഇരിക്കുന്നടി അത്. ഈ അമ്മ ഇത് എവിടെ വിലയുണ്ടെന്ന് തോന്നുന്നു ചേച്ചി ആ സാരിക്കൊക്കെ. വലിയ സർപ്രൈസ് തരാൻ പോയേക്കുന്നു. ആ സാരിയുടെ കസവില്ലേ ഇച്ചിരി ഇങ്ങനെ എടുത്തു സ്വർണം പോലെ ഇരിപ്പില്ലേ? ഞാനത് ഉടുത്ത് എങ്ങനെ ഇരിക്കും?
ഉടുക്കല്ല അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഈ കല്യാണത്തിന് മുമ്പ് അത് ഉടുക്കണോ? എനിക്ക് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ഒട്ടും ഇത് ഇഷ്ടപ്പെട്ടു. വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയി. എങ്ങനെ പറയണത്, പാവം, അതിന് വിഷമം വരും. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഓർക്കണ എന്താണെന്നറിയാമോ? ഞാൻ ഓർക്കണ ഒരു പ്രാവശ്യം അടുത്ത എവിടെയെങ്കിലും ഒന്ന് കൊടുത്തു, അമ്പലത്തിൽ എവിടെയെങ്കിലും കല്യാണത്തിന് ഉടുക്കണോന്ന് പറഞ്ഞിട്ട് അത് ഞാൻ കൊടുക്കൂല. പിന്നെ എനിക്ക് നാണാവും. ഞാൻ എന്നിട്ട് മുത്തിന് വല്ല ചുരിദാർ നയിച്ചു കൊടുക്കും. എനിക്ക് അത് കൊടുത്തിട്ടുണ്ടോ? ഞാൻ ഓർക്കായിരുന്നേ മജന്ത കളറല്ലേ എന്റേത്. അത് ഭയങ്കര തീവെട്ടി മജന്തയത്. അതൊരു പച്ച ബ്ലൗസ്. അതിന്റെ കസവ് അതേടി. അമ്മ ഈ കസവ് ഇത് ഇവിടെ നോക്കിയെടുക്കണേ. കൂടെ ആരാ പോയത്? പിന്നെ അവനൊരു ഇത് പറഞ്ഞു. പിന്നെ അത് ബോധമില്ലാതെ വല്ലയിടത്തോട്ടും വായിട്ട് നോക്കി നിന്നിട്ടുണ്ടാവും. അമ്മയായിരിക്കും. ഇവിടെ അമ്മയുടെ സെലക്ഷൻ ഒന്നും അല്ലെന്ന് തോന്നുന്നു. അവിടെ നിന്ന് പെണ്ണുങ്ങൾ എടുത്തു കൊടുത്തായിരിക്കും. പിന്നെ അമ്മ എന്തിനാ എടുക്കാൻ പോണത്? എന്നാ പൈസ നമ്മുടെ കയ്യിൽ തന്നാ പോരെ, നമുക്ക് എടുക്കാൻ പാടില്ലേ? ഓ ഇത് വല്ലാത്തൊരു ഇതായിപ്പോയി. കല്യാണത്തിന് ഞാൻ വിചാരിച്ച മറ്റേ അമ്മേനോട് എന്ത് പറയാൻ, അമ്മ ഇത് മാറിയാലോ എന്ന്. എനിക്ക് പേടിയാണ് ചേച്ചി. ചേച്ചി പോയി പറയാ ചേച്ചിയുടെ അമ്മയല്ലേ. വിഷമാവൂലെന്ന് ഓർത്താ. ഞാനാണെങ്കിൽ ആ പുതിയ കറുപ്പ് സാരി ഉടുക്കാന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. കറുപ്പും നീലയായിട്ട് പുതിയ സാരിയില്ലേ, അത് എടുത്തോണ്ട് പോവാന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. എവിടെ പോണ്ട? എവിടെ പോണം? കഷ്ടപ്പെട്ടിപ്പോ ഞാൻ അമ്മയൊന്ന് കാണേ. എന്തിന്? അമ്മ അടുത്തൊരു സങ്കടം പറയാൻ വേണ്ടി. എന്ത് സങ്കടം? ഈ പണ്ടുള്ളവർ പറയത്തില്ലേ മച്ചമ്പി, പെണ്ണുങ്ങൾക്കൊന്നും കൊടുത്ത് മനസ്സ് ഇറങ്ങാൻ പറ്റത്തില്ല. നീ ഏത് പെണ്ണിനാണ് മനസ്സേറെ എന്തെങ്കിലും കൊടുത്തിട്ടുള്ളത്? ഞാനിപ്പോ എൻ്റെ കേസ് വിട്. ഇന്നിവിടെ നടന്ന സംഭവത്തിന്റെ കാര്യം പറയുന്നത്. ഇന്നിവിടെ എന്താണ്? അമ്മ തന്നെ പെൻഷൻ കിട്ടിയ പൈസ തങ്കരയും വെച്ചിട്ടാണ് ഞങ്ങൾ പോയി സാരി എടുത്തോണ്ട് വന്നത്. 2 പേർക്കും ഓരോ സാരി മേടിച്ചു കൊടുത്തു. ഇവിടെ വെച്ച് ആദ്യത്തെ അവരുടെ സ്കാനിങ്ങിൽ അത് ഇഷ്ടപ്പെട്ടു. പക്ഷെ രണ്ടാമത് അവരുടെ സൂക്ഷ്മ നിരീക്ഷണി വെച്ച് നോക്കിയപ്പോൾ 2 പേർക്ക് സാരി ഇഷ്ടപ്പെട്ടു. അവർ പറയുന്നത് ഞാൻ കേട്ടു. ഒരാൾക്ക് അവർ തമ്മിൽ പറഞ്ഞു, ഒരാൾക്ക് കളർ ഇഷ്ടപ്പെട്ടല്ലോ, ഒരാൾക്ക് ക്വാളിറ്റി. 2 പേർക്കും അങ്ങോട്ട് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടല്ലോ. പിന്നെ അമ്മ മേടിച്ചു കൊടുത്തതിൻ്റെ പേര് സൂപ്പറാന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അത് കേട്ടോണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. കാര്യം അമ്മ ഈ പ്രായത്തിൽ ഒരു സർപ്രൈസ് ആയിട്ട് കൊണ്ട് കൊടുത്തതല്ലേ. അപ്പൊ അവർക്കത് ഇഷ്ടപ്പെട്ടൂടെ? ഇഷ്ടപ്പെടേണ്ടതാണ്, അതാണ് മര്യാദ. അപ്പൊ അതെനിക്ക് അമ്മയുടെ പോയി പറയണം. അമ്മയുടെ അറിഞ്ഞിരിക്കണമല്ലോ. അമ്മ അറിഞ്ഞ് മക്കൾക്ക് കൊടുത്തത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അമ്മ അറിയണ്ടേ? അത് മക്കള് പറഞ്ഞാലും വേണമെങ്കിൽ നീ പറയത്തില്ല. അവര് പറയത്തില്ല. അപ്പൊ പറയണ്ട. അവരെന്തുണ്ടാ പറയത്തത്? അതറിയുമ്പോ അമ്മക്ക് എന്തെങ്കിലും വിഷമം തോന്നുന്നതാണ്. ആണോ? അത് എനിക്കത് കേട്ടോ ഭയങ്കര വിഷമം. നിന്റെ വിഷമം നീ ഇവിടെ കളയാ. നീ ഇതിനകത്ത് കളിക്കണം എന്തിന്? അല്ല, അമ്മ എടുത്തു പറയണ്ട. ഒന്നുമില്ല, അങ്ങോട്ട് പോയപ്പോ എനിക്കൊരു മൊസംബി ജ്യൂസ് മേടിച്ചു തന്നില്ലേ. അത് അമ്മയുടെ ഒരു മര്യാദ. അപ്പൊ ആ മര്യാദ നമ്മൾ തിരിച്ചു കാണിക്കണ്ടേ? അല്ല, മക്കൾ അമ്മയോട് കാണിക്കുന്ന ഈ ഒരു തീർത്തോളൂടാ. നീ എന്തിന് ഇതിന്റെ കിടന്നോണം പറയാൻ പോണത്? ഇപ്പൊ ഇതൊക്കെ എടാ അങ്ങനെ സാധാരണ ഇങ്ങനെ ആളുകൾ പറഞ്ഞു കേട്ട് പണ്ടുള്ള ആൾക്കാർ പറയുന്നതാണ് ഇങ്ങനെ. ഇത് പെണ്ണുങ്ങളുടെ, പക്ഷെ പെണ്ണുങ്ങൾ ഇപ്പം മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ട്, അവരോടായിരുന്നു നോക്കി ജീവിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം അതൊക്കെ നീ എടുത്തിരിക്കുക. അവിടെ കേൾക്കുന്ന ഇവിടെ പറയുക, ഇവിടെ കേൾക്കുന്ന അവിടെ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിക്കുക. എന്റെ പൊന്നു മച്ചമ്പി, അവിടെ കേട്ടത് തെറ്റിദ്ധരിച്ച് ഇവിടെ കൊണ്ട് പറയല. അവിടെ കേട്ടത് അതേപോലെ അമ്മ എടുത്ത് പറയല്ലേ. എന്തിന് തെറ്റിദ്ധരിക്കുമ്പോഴേ നുണയാവത്തുള്ളൂ. എന്തിന്? അത് അവര് തമ്മിൽ പറഞ്ഞോളൂല്ലോ. ഇവിടെ താമസിക്കുന്ന ആരാ? എന്റെ ഭാര്യ. എന്റെ അമ്മയാണ് സാരി പിടിച്ചു കൊടുത്തത്, ആണല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾ എന്നോടോ എന്റെ അമ്മയോടോ അവള് പറഞ്ഞോളൂ. അപ്പുറത്ത് താമസിക്കുന്ന ആരാ? എന്റെ പെങ്ങള്. അവൾക്ക് അവളുടെ അമ്മ വാങ്ങിക്കൊടുത്തതാണ്. ഒന്നുകിൽ അവൾ സഹോദരനായ എന്നോടോ അല്ലെങ്കിൽ സ്വന്തം അമ്മയോടോ പോയി പറയും, ആണല്ലോ. ആണല്ല, ഇതിന് ഇവിടെ താമസിക്കുന്ന മച്ചമ്പയുടെ ഭാര്യയും അവിടെ താമസിക്കുന്ന മച്ചമ്പയുടെ പെങ്ങൾ ഈ കാര്യം മച്ചമ്പയോട് പറഞ്ഞോ? അവര് വളരെ രഹസ്യമായിട്ട് പറഞ്ഞു, ഞാൻ കേട്ടത്. പറയും അവര് രഹസ്യം. ഒരാൾ രഹസ്യം പറഞ്ഞത് എന്തിനാടാ നമ്മൾ കൂട്ടി ചെവി കൊടുക്കുന്നത്? ഗുണമുള്ള കാര്യങ്ങൾ മറ്റുള്ളടത്ത് പോയി. ആർക്ക് ഗുണമുള്ളത്? നമ്മളൊരു കാര്യം പറയുമ്പോൾ ആർക്കെങ്കിലും ഗുണം ഉണ്ടാവണം. ഒരാൾക്കെങ്കിലും. നിനക്കെന്തെങ്കിലും ഗുണം ഉണ്ടാ? എന്നാലും ആ അമ്മയുടെ പിഞ്ച് മനസ്സ് നോവുമല്ലോ. അമ്മയുടെ പിഞ്ച് മനസ്സാണോ എങ്ങനത്തെ മനസ്സാണോ ഞങ്ങൾ നോക്കിക്കോളാം. നിനക്ക് ഗുണമുള്ള എന്തെങ്കിലും കാര്യം ജീവിക്കണം, ആളുകൾ തമ്മിൽ അടുപ്പിക്കാതെ. ഓ, എവിടെ? വെളിയിലിട്ടു. ആള് പാവ, പക്ഷെ പറഞ്ഞിട്ട് കാര്യം. കൈക്കൊരു പെരുപ്പം, എന്തോന്ന് കഷ്ടമാണ് കൂടെ കൂടെ. തീരെ വയ്യല്ല, കളികളെല്ലാം തീരെ വയ്യ. സായ തോന്നടാ നീ ഒളിച്ചും പാത്ത് വന്ന് ചൂച്ചു വയ്ക്കുന്നത്?
അതിലെ വരാൻ പറ്റത്തില്ല, അതുകൊണ്ടാ. ആര്? അമ്മ, എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ അതിലെ വന്നപ്പോ കരമച്ചമ്പി അവിടെ ബ്ലോക്ക് ചെയ്ത്. ഇങ്ങ് വന്നേ. എടാ, അതിന് നീ എന്തിനു ബ്ലോക്ക് ചെയ്ത കാര്യം പറ. ആ ചെവിഞ്ഞ തരേ. എന്റെ കമ്മലൊന്നും നീ വലിച്ചു കൊടുത്തോണ്ട് പോ. എനിക്ക് അമ്മയടുത്ത് ഒരു നഗ്ന സത്യം പറയാനുണ്ട്, അതിനു വേണ്ടി വന്നതാ. എന്തോ സത്യം? വലിയ കാര്യത്തെ നമ്മൾ രാവിലെ കടയിൽ പോയി തുണി മേടിച്ചു കൊടുത്തില്ലേ മോൾക്കും മരുമോൾക്കും, അത് വെറുതെ ആയി. അതെന്താടാ? അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന്. ഇഷ്ടപ്പെട്ടില്ലേ? സത്യം. അല്ലടാ, അവര് വലിയ സന്തോഷത്തിലല്ലേ, അയ്യോ കൊള്ളാം, ഇതെനിക്കെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തിൽ കൊണ്ടുപോയിട്ട് ഇപ്പൊ എന്താ ഇഷ്ടപ്പെട്ട? അത് അമ്മയെ സങ്കടപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതേ ഉള്ളൂ. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല, രണ്ടുപേരും താഴെ തടുക്കള എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടതാ. ഒരാൾക്ക് കളർ ഇഷ്ടപ്പെട്ടില്ല, ഒരാൾക്ക് കട്ടി കൂടിപ്പോയി. സത്യം. അത് അപ്പോഴും പറയണ്ടേ? സത്യമാണാടാ നീ പറയുന്നത്, എനിക്ക് വിശ്വാസം. കുടങ്ങാവള മാതാവാണ്, അമ്മയാണ് സത്യം. ഞാൻ എൻ്റെ 2 ചെവിയും കൊണ്ട് കേട്ടു. എനിക്ക് അമ്മ വയസ്സാം കാലത്ത് പോയി മേടിച്ചു കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടമായി. ഇനിയിപ്പോ സാരി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തോ ചെയ്യും? അമ്മ അത് പോയി ചോദിക്കണം. അമ്മ പോയി അവരോട് ചോദിക്കണം. ചോദിക്കട്ടെ? പിന്നെ ചോദിക്കണ്ട. ഈ വയസ്സാം കാലത്ത് മേടിച്ചു കൊടുത്താൽ 2 കൈ നീട്ട് സ്വീകരിക്കാനുള്ള പെണ്ണുങ്ങൾ. അതിന് വേണ്ടി അല്ല, നീ പറഞ്ഞത് സത്യമാണല്ലോ, ഞാൻ ചോദിക്കും. പിന്നെ ഒരു വലിയ വഴക്കൊന്നും ഉണ്ടാക്കരുത്. എൻ്റെ കുടങ്ങാവള മാതാവാണ്, അമ്മയാണ് സത്യം. ഞാൻ 2 ചെവി കൊണ്ട് പോട്ടെ, പക്ഷെ ചോദിക്കുമ്പം ഞാൻ പറഞ്ഞെന്ന് പറയരുത്. അമ്മയ്ക്ക് മനസ്സിലായി അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു തരാൻ പറഞ്ഞാൽ മതി. ചോദിക്കോ? ശരി, ഞാൻ ചോദിക്കാടാ, ഞാൻ ചോദിക്കാൻ പോകും. അത് കൊള്ളത്തില്ലല്ലോ. തങ്കം, തങ്കം, എടി തങ്കം, ഇങ്ങോട്ടൊന്ന് വാ. എന്താ നിങ്ങളവിടെ എന്തോ ചെയ്തോണ്ടിരിക്കായിരുന്നു? വെറുതെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നു. വെറുതെ വർത്താനം പറഞ്ഞോണ്ടിരുന്ന? എന്താ? ഞാൻ വാങ്ങിച്ചെന്ന സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടല്ലോ. ഞാൻ അറിഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന്. ഇതാര് പറഞ്ഞു? അതാരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടില്ലേ? സാരിയുടെ കാര്യം അമ്മ ചോദിക്കുക, അമ്മ മേടിച്ചെന്ന സാരി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേന്ന്. അമ്മയുടെ ആര് പറഞ്ഞത്? ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് അമ്മയുടെ അടുത്ത് ഇപ്പൊ ആരാ പറഞ്ഞത്? റൊണാൾഡോ പറഞ്ഞത്. ഇപ്പൊ അറിഞ്ഞിട്ട് നീ എന്തോ ചെയ്യാൻ പോവുക? അതാ എനിക്കറിയേണ്ടത്. ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടാ? നിങ്ങൾ അടുക്കളയിൽ ഒരു സാരിയുടെ കാര്യം അല്ലേ പറഞ്ഞോണ്ടിരുന്നത്? ഇഷ്ടപ്പെട്ടില്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത് അവിടെ ഇരുന്നത്? അത് അങ്ങനെയല്ല അമ്മ പറഞ്ഞത്. പിന്നെ ആ സാരി ഇല്ലേ എനിക്ക് മേടിച്ചെന്ന സാരി, അതിന് ഇച്ചിരി കട്ടിയുണ്ട്. അപ്പൊ എനിക്ക് ഉടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും, അത് കുറച്ചും കൂടെ വണ്ണമൊക്കെ തോന്നും. അത് ഞാൻ പറഞ്ഞു. എന്റെ സാരി നല്ലതാ, പക്ഷേ ഇല്ലമ്മേ അതിങ്ങനെ ഇങ്ങനെ മിനുങ്ങണ പോലെ കസവിന് ഭയങ്കര തിളക്കം. അപ്പൊ എന്നെ കാണൂല, അത് ഉടുത്ത സാരി മാത്രം ഇങ്ങനെ നിൽക്കും. വേറെ എന്തെങ്കിലും ഒരു കളർ ഇച്ചിരി തളർന്ന പോലത്തേക്ക് ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, പക്ഷെ ഇത് മതി, കുഴപ്പമില്ല. അല്ല, അങ്ങനെ ഇഷ്ടപ്പെടാതെ ആ സാരി ഉടുക്കണ്ട. ആ സാരി ഇങ്ങനെ തന്നേക്ക്. ഞാൻ അയ്യോ അത് വേണ്ട, സാരി ഞങ്ങൾ എടുത്തോളാം. ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ അപ്പോഴേ പറഞ്ഞ് ഇഷ്ടപ്പെട്ടെന്ന്. എനിക്ക് സന്തോഷമായിരുന്നു. ഇഷ്ടപ്പെടാതെ മനസ്സ് വിഷമിച്ച് ആ സാരി ഉടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരും കൂടെ ആ സാരി കടയിൽ കൊണ്ടുപോയി കൊടുക്ക്. ഞാൻ ഒരു 1000 രൂപയും കൂടെ തരാം. എന്താ? ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൊച്ചുങ്ങൾക്ക് ചിലപ്പോൾ കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വരും, നിങ്ങൾ മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മക്കളെ, എനിക്ക് ഇപ്പോഴത്തെ പുതിയ പാഷയൊന്നും അറിഞ്ഞൂടല്ലോ, എനിക്ക് പഴയതെല്ലാം അറിയാവൂ. അടിപൊളി. റൊണാൾഡോ അല്ല, അവ ഇത് കേൾക്കണായിരുന്നു. അവ ഇതല്ല പ്രതീക്ഷിച്ചിരുന്നത്. അപ്പൊ ഞങ്ങള് മാറാൻ പൊക്കോട്ടെ? രണ്ടുകൂടെ പോയി 1000 രൂപ ഞാൻ എടുത്തു. ബില്ലിരിപ്പുണ്ടല്ലോ അല്ലേ സാരിയുടെ? പോയിട്ട് വരും. Audience